നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ വാ. അയ്യോ കൈ വിടറാ കുട്ടാ. എങ്ങോട്ടാ അവനല്ലേ പറ്റിയ ചന്തുവാ? ഇതിന്റെ കേടാണോ? ഉണ്ടായി അത് കാല് തെറ്റി വീണു. ഈ കൊക്കയില്ല. അയ്യോ മോനെ, ഭാഗ്യത്തിന് താഴെ പോയില്ല. ആ പാറയിടുക്കല് പിടികിട്ടി. എന്നതായാലും ഭയങ്കര സംഭവമായി പോയി കേട്ടോ. ഈ കൊക്ക വേണ ആരും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ലെന്നേ. അതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ പോറിയിട്ടുണ്ടല്ലോ. എണീറ്റ പുറത്തേക്കൊന്ന് ചുറ്റി വരാൻ പറഞ്ഞു. തലയുടെ ഈ മൂത്താം കൊക്കയ്ക്ക് വരാൻ പറഞ്ഞു. ഇനി മേലെ എവിടേക്ക് വന്നു പോരുന്നു വയ്ക്കും. ഏതായാലും സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ കോട ഇറങ്ങുന്നതിന് മുമ്പ് സ്ഥലം വിടാം. വന്നേ വാ. കൊക്കയെന്നല്ല, കോക്കനട്രീന്ന് വീണാ പോലും ചാകുമല്ല. പരട്ട എന്ത് കണ്ടിട്ടാ സ്വാമിയേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഒന്നും കാണാതെ എന്തായാലും ഞാൻ ചാടി പുറപ്പെടില്ലല്ലോ. അതാ ചോദിച്ചത്, എന്താ കണ്ടുവച്ചിട്ടുള്ളതെന്ന്. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നത്? അച്ഛൻ ഇതൊക്കെ നടത്താനുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അച്ഛന് കാര്യപ്രാപ്തി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വെള്ളമില്ലാതെ എങ്ങനെയാണ് നീന്തുന്നത്? അതെ, കടലും വെള്ളവും ഒന്നും വേണ്ട. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നീന്തുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആ പ്ലോട്ടിന്റെ പെർമിഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്? അതൊക്കെ നീ നോക്കിക്കോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്
മിണ്ടാതെ നീ അങ്ങ് കണ്ടാ മതി. അങ്ങനെ വെറുതെ കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നത് എന്റെ കൂടെ പേരില്ല. എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായാൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നെയും കൂടിയാ. ആഹാ, അതിനെ നിനക്ക് ഈ പ്രോജക്റ്റിൽ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാ ഉള്ളത്? നിങ്ങൾക്കും നിങ്ങളുടെ മോനും മാത്രോ? തൽക്കാലവേ ഒരുപാട് വിശേഷങ്ങളൊന്നും നീ അറിയണ്ട. ഞാൻ ഏതായാലും തറക്കല്ലിടാൻ തീരുമാനിച്ചു. അല്ലച്ച, ആ പ്രോപ്പർട്ടിയുടെ ആധാരം ഇതുവരെ എല്ലാം ശരിയാകൂടാ. കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതെന്റെ കൈ കിട്ടിയിരിക്കും. ഒന്നും കാണാതെ നിന്റെ അച്ഛൻ ഇറങ്ങി പുറപ്പെടില്ലെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? എന്നിട്ട് ആ നിനക്കും സംശയോ? അതല്ല അച്ഛ. ആരും ഒന്നും പറയണ്ട, ചുമ്മാ കൂടെ നിന്നാ മതി. രാമനാർ മഠത്തിൽ സ്വാമിനാഥൻ എന്ത് മാജിക്കാ കാണിക്കാൻ പോകുന്നെന്ന് വെറുതെ കണ്ടു നിന്നാ മതി. ഒരുപാട് വേദന എടുക്കുന്നുണ്ടോ? ഇല്ല, സാരമില്ല. ഇതങ്ങോട്ട് കുടിച്ചേ. വേദനയും ക്ഷീണവും ഒക്കെ ഇപ്പൊ മാറും. എന്താ? നല്ല ചൂട് ചുക്ക് കാപ്പിയാ, കുടിക്ക്. എന്നാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ? അല്ല, എന്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ആ കൊക്കയിൽ നിന്ന് ജീവനോടെ മടങ്ങി വന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. രക്ഷപ്പെട്ടതൊന്നും കാര്യമാക്കണ്ട. ഓരോ വളവിലും തിരിവിലും ഹൈറേഞ്ചിന് കൂർത്ത കൊമ്പുകളുണ്ട്, കത്തുന്ന കണ്ണുകളുണ്ട്. സൂക്ഷിക്കണം, മരണം കൂടെ തന്നെയുണ്ട്. എന്താ ഓനച്ചൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? ആ, എനിക്കറിയില്ല. അച്ഛൻ എന്ത് കുന്തം പറഞ്ഞാലും അവനെ രക്ഷിച്ചത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. അവനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ അച്ഛൻ്റെ ഒരു ഓട്ടം, ചാട്ടം, നിലവിളി, രക്ഷപ്പെടുത്തല്. അതിന് അവനെ രക്ഷപ്പെടുത്തിയത് ഞാനാണെന്ന് തന്നോട് ആര് പറഞ്ഞു? അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു തന്നെ ഞാനാ.